കേൾക്കുന്നില്ലേ മഴ പെയ്യുന്ന ശബ്ദം? ഭയങ്കര മഴയാട്ടോ. മടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു രാവിലെ നടക്കാൻ പോകണോ വേണ്ടായോ എന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. കാരണം മടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് മടിക്കും. ഇന്ന് കച്ചവടമൊന്നുമില്ല. ഇന്ന് രക്ഷയില്ല. ഇന്നത്തെ ദിവസം പോയി മഴ നമ്മളെ ചതിച്ചു. ഇത് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ്. മഴ തകർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി. സൈഡിലായിട്ട് പാല് വെക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ടുള്ള ആൾക്കാരൊന്നും അവിടെ കാണാനില്ല. അകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് എൻ്റർ ചെയ്തത്. സ്വന്തമായി സെൽഫി എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ ഡ്രസ്സും ഭയങ്കര രസമുണ്ട്. ഒരു ഫോറിൻ കൺട്രി പോലെ തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ മ്യൂസിയം ഒക്കെ കാണാൻ സത്യം ശരിയാ. ഞാൻ എടുക്കാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇങ്ങനെ കളിയും ചിരിയും കഥകളുമായിട്ട് മഴയും എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു. ഇതിനുള്ളിലാണ് റേഡിയോ പാർക്കുള്ളത്. എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ഈ സൈഡിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. രാവിലെ ഇവിടെ ആൾക്കാരുണ്ടാവും, പക്ഷേ ഇന്ന് മഴ ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു. ഞങ്ങളതുകൊണ്ട് നല്ല സുഖമായിട്ട് നടന്നു, മഴയൊക്കെ എൻജോയ് ചെയ്തു, പാട്ടൊക്കെ കേട്ടു, കഥകളുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു കേട്ടോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ മടിയുണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്കണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ നോക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മളതങ്ങ് മാറ്റുക. ഇങ്ങനെ നടന്നു പോയപ്പം എൻ്റെ സുഹൃത്തായ ഈ അങ്കിളിനെ കണ്ടു. ഞങ്ങൾ സ്ഥിരം ഒന്നിച്ച് നടക്കുമായിരുന്നു. ഇവിടെ വന്നുള്ള പരിചയമാണ്. പുള്ളി അണ്ടർ സെക്രട്ടറി ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി. ആൾ വളരെ നല്ല മനുഷ്യനാണ്. അപ്പോൾ അങ്കിള് സാധാരണ പണ്ട് എന്നെ കാണുമ്പോഴൊക്കെ കൊച്ചിന് ചായ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങിത്തരുമായിരുന്നു, ഫുഡൊക്കെ വാങ്ങിത്തരുമായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനതുകൊണ്ട് അങ്കിളിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, അങ്കിളെ ഞാൻ എന്തായാലും ഇന്നൊരു ചായ വാങ്ങിത്തരും എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ അങ്കിൾ തന്നെ പേ ചെയ്ത്. എന്നെ പേ ചെയ്യാനായിട്ട് അനുവദിച്ചില്ല. കാരണം അനുവദിക്കുന്നില്ല, ഞാൻ കാണുന്നതിന് മുന്നേ പുള്ളി കൊടുത്തു കഴിഞ്ഞു. അതാണ് സംഭവം. എന്തായാലും അതിന് നമ്മൾ എന്തായാലും കവർ ചെയ്യും. പക്ഷേ ഇതുപോലെയുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്കത് മറക്കാനാവാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളാണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിമിഷങ്ങളുണ്ടാവുമല്ലോ. എനിക്കിങ്ങനെ കൊച്ചു 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 സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കണം. കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോകും. മറഞ്ഞു പോകുന്നതിന് മുന്നേ വയസ്സാകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സൊക്കെ എനിക്ക് എടുത്ത് വെച്ച് ഓർക്കാമല്ലോ. അതിനായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട്